ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ. പ്രഭാത മന്നയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് പകലും ദൈവത്തിൽ നിന്ന് പുതിയത് പ്രാപിച്ചുകൊണ്ട് ജയത്തോടെ മുന്നേറുവാൻ ദൈവം നമ്മെ ബലപ്പെടുത്തട്ടെ. 18-ാം സങ്കീർത്തനം 18-ാം വാക്യം വായിക്കുന്നു. സങ്കീർത്തനങ്ങൾ 18-18. എൻ്റെ അനർത്ഥ ദിവസത്തിൽ അവർ എന്നെ ആക്രമിച്ചു, എന്നാൽ യഹോവ എനിക്ക് തുണയായിരുന്നു. പ്രിയരെ, ഈ വാക്യത്തിനകത്ത് എഴുതിയിരിക്കുന്നത് തുണയായിരിക്കുന്ന ദൈവത്തെക്കുറിച്ചാണ്. ആ വാക്യത്തിന്റെ 1-ാമത്തെ ഭാഗം എഴുതിയിരിക്കുന്നത് അനർത്ഥങ്ങളിലൂടെ, പ്രതികൂലങ്ങളിലൂടെ കടന്നുപോയ ഒരവസ്ഥ. ജീവിതത്തിന്റെ എല്ലാ നാളും എന്നും എപ്പോഴും ഒരുപോലെ ആയിരിക്കണമെന്നില്ല. ചില സമയങ്ങൾ ഒന്നിനു പിറകെ ഒന്നായി പ്രതികൂലങ്ങളും പ്രതിസന്ധികളും ഒക്കെ ജീവിതത്തിന് നേരെ കയറി വരുവാൻ സാധ്യതയുണ്ട്. അയ്യോ, ഞാൻ കഷ്ടതയിലാണ്, പ്രതിസന്ധിയിലാണ്, അനർത്ഥ ദിവസങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത് എന്ന് പറയുന്ന ആരെങ്കിലും ഈ സന്ദേശം കേൾക്കുന്നെങ്കിൽ ഈ തിരുവചനം നെഞ്ചോട് ചേർത്ത് ഹൃദയം കൊണ്ട് ഏറ്റെടുക്കാൻ നമുക്ക് കഴിഞ്ഞാൽ അത് വലിയ വിടുതലായി തീരും. ഈ വാക്യത്തിനകത്ത് എഴുതിയിരിക്കുന്നു, അനർത്ഥ ദിവസത്തിൽ, പ്രതികൂലങ്ങളുടെ സമയത്ത്, എൻ്റെ തോൽവിയുടെ സമയത്ത് ഞാൻ മാനസികമായി തകർന്നിരിക്കുമ്പോൾ അവർ എന്നെ ആക്രമിച്ചു. അങ്ങനെ തകർക്കാൻ ശ്രമിക്കുന്ന, ബലഹീനപ്പെട്ടിരിക്കുമ്പോൾ, തോറ്റിരിക്കുമ്പോൾ, പരാജയപ്പെട്ടിരിക്കുമ്പോൾ, ആമേൻ, തകർത്ത് കളയാൻ, ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന ഒരു പൈശാചിക അധികാരമുണ്ടെന്ന് നാം തിരിച്ചറിയാതെ പോകരുത്. അങ്ങനെ ഇത്തിരി പ്രതിസന്ധികളൊക്കെ ഒരുപക്ഷെ നിങ്ങളുടെ ജീവിതയാത്രയിൽ നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടാകാം. പ്രതികൂലങ്ങളുടെ നടുവിൽ ആക്രമിക്കുന്നവർ. അങ്ങനെ ഈ വാക്യം എഴുതിയിരിക്കുന്നു, എൻ്റെ അനർത്ഥ ദിവസത്തിൽ അവർ എന്നെ ആക്രമിച്ചു. വേദനകളുടെ, പ്രതിസന്ധികളിലൂടെ, കണ്ണുനീരുകളിലൂടെ കടന്നു പോകുമ്പോൾ ആ പ്രതികൂലങ്ങളുടെ നടുവിൽ കുത്തി നോവിക്കുന്നവർ, കൈ വിടുന്നവർ, ആമേൻ, അവസരം മുതലാക്കുന്നവർ എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ ഈ വാക്യത്തിനകത്ത് സങ്കീർത്തനക്കാരൻ പറയുന്നു, ഞാൻ അനർത്ഥ ദിവസങ്ങളിലൂടെ കടന്നു പോവുകയായിരുന്നു. ആ സമയം നോക്കിയിട്ട്, ആ സന്ദർഭം തക്കത്തിൽ ഉപയോഗിച്ച് എന്നെ തകർത്ത് കളയുവാൻ ശ്രമിച്ച ആമേൻ ചിലരുണ്ടായിരുന്നു. ഒരുപക്ഷെ നിങ്ങൾക്ക് ഓർത്തെടുത്താൽ ധാരാളം കാര്യങ്ങൾ പറയുവാനുണ്ടായിരിക്കും. വേദനയുടെ സമയങ്ങളിൽ അധികം വേദനിപ്പിച്ചവർ, തോറ്റിരുന്നപ്പോൾ പിന്നെയും ചവിട്ടി താഴ്ത്താൻ ശ്രമിച്ചവർ. എനിക്കറിയാം, ഒരിക്കൽ ഒരു സഹോദരൻ പറഞ്ഞു, ഇതാണ് സമയമെന്ന്. വേദനകളിലൂടെ കടന്നു പോകുമ്പോൾ, പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ആക്രമിക്കുവാൻ ഇതാണ് സമയമെന്ന് പറഞ്ഞ് ശത്രു പലരെയും നമുക്കെതിരെ എഴുന്നേൽപ്പിക്കുമ്പോൾ ഈ പ്രഭാതത്തിൽ നാം തിരിച്ചറിയണം, നമ്മുടെ അനർത്ഥ ദിവസത്തിൽ ആക്രമിക്കാതെ തുണയായി മാറുന്നൊരു ദൈവം. സങ്കീർത്തനക്കാരൻ പറയുകയാ, നാലുപാടും നോക്കി, ജീവിതയാത്രയിൽ ചുറ്റുപാടുകളെ നോക്കി, എല്ലാം പ്രതികൂലമായിരുന്നു. എന്നാൽ അപ്രതിസന്ധികളുടെ നടുവിൽ, പ്രശ്നങ്ങളുടെ നടുവിൽ തുണയായി മാറുന്നൊരു ദൈവം. ഇന്ന് രാവിലെ പരമാർത്ഥ ഹൃദയത്തോടെ ദൈവത്തെ സേവിച്ച് വിശുദ്ധിയോടും ദൈവകൃപയോടും മുന്നേറുന്ന ഒരു വ്യക്തിയാണോ നിങ്ങൾ? ലോകം മുഴുവനും എതിരായിരുന്നാലും അനുകൂലമായി മാറുന്ന, തുണയായി മാറുന്ന ഒരു മഹാദൈവമുണ്ടെന്ന് നാം തിരിച്ചറിയണം. ദൈവത്തിന്റെ അനുകൂലത, ദൈവത്തിന്റെ തുണ നമ്മുടെ ജീവിതത്തെ വിജയത്തിലേക്ക്, അനുഗ്രഹത്തിലേക്ക്, നന്മയിലേക്ക് കരം പിടിച്ചുയർത്തുക തന്നെ ചെയ്യും. 18-ാം സങ്കീർത്തനം 18-ാം വാക്യത്തിനകത്ത് പച്ചയായ ജീവിത യാഥാർത്ഥ്യങ്ങളെ ഒപ്പിയെടുത്തുകൊണ്ട് സങ്കീർത്തനക്കാരൻ പറയുകയാണ്, എൻ്റെ അനർത്ഥ ദിവസത്തിൽ അവർ എന്നെ ആക്രമിച്ചു. 1, അനർത്ഥ ദിവസം. 2, കൂടെ ഉണ്ടായിരുന്നവർ അല്ലെങ്കിൽ ശത്രു ആക്രമിക്കുന്നതിന് വേണ്ടി തിരഞ്ഞെടുത്ത സമയം. ഇത് രണ്ടും ഒരുമിച്ച് കടന്നു വന്നു. എന്നാൽ ആ വലിയ പ്രതികൂലങ്ങളെ ഓവർകം ചെയ്യാൻ കഴിയാതിരിക്കുമ്പോൾ ദൈവം എനിക്ക് തുണയായി വന്നു. ഒന്നിനു പിറകെ ഒന്നായി പ്രതിസന്ധികൾ ജീവിതത്തിൽ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ വാക്യത്തിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ പറയാം, അനർത്ഥ ദിവസത്തിൽ ആക്രമിക്കുന്നവനല്ല ദൈവം. അനർത്ഥ ദിവസത്തിൽ കൈവിടുന്നവനല്ല ദൈവം.
അനർത്ഥ ദിവസത്തിൽ പ്രാർത്ഥന കേൾക്കാതിരിക്കുന്നവനല്ല ദൈവം, അനർത്ഥ ദിവസത്തിൽ കൂട്ടായ്മ തരുന്നവനാണ് ദൈവം. ഈ വാക്യത്തിൽ അങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. എന്നാൽ ദൈവം എനിക്ക് തുണയായിരുന്നു. ഇന്ന് പ്രഭാതത്തിൽ ദൈവിക തുണ അത് നമ്മെ അനുഗ്രഹത്തിലേക്കും നന്മയിലേക്കും വിടുതലിലേക്കും നയിക്കുവാനിടയായി തീരും. ബൈബിൾ എഴുതിയിരിക്കുന്നത് 2 തിമോത്തിയോസിന്റെ ലേഖനം 4-ാം അധ്യായം 16-17 വാക്യം വായിക്കുമ്പോൾ ഇതേ കാര്യം തിമോത്തിയോസിന് പൗലോസ് എഴുതുന്ന ലേഖനത്തിനകത്ത് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. 2 തിമോത്തിയോസ് 4:16-17. എൻ്റെ 1-ാം പ്രതിവാദത്തിൽ ആരും എനിക്ക് തുണ നിന്നില്ല. പൗലോസ് ജീവിതയാത്രയിൽ പ്രതികൂലങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ, പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ പൗലോസ് പറയുകയാ, ഒരൊറ്റ മനുഷ്യൻ പോലും എനിക്ക് തുണയായിരുന്നില്ല, ആശ്രയമായിരുന്നില്ല. ആമേൻ. എന്നാൽ 18-ാം സങ്കീർത്തനത്തിനകത്ത് നമ്മൾ വായിച്ചത് ദൈവം എനിക്ക് തുണ നിന്നെന്ന. ഇവിടെ മാനുഷികമായി ഒരു വ്യക്തി പോലും തൻ്റെ ജീവിതത്തിന്റെ പ്രതികൂലത്തിന്റെ സമയത്ത് തുണ നിന്നില്ല എന്ന് പൗലോസ് പറയുകയാണ്. അടുത്ത പദം, എല്ലാവരും എന്നെ കൈവിട്ടു, അതവർക്ക് കണക്കിടാതിരിക്കട്ടെ. പൗലോസ് ഹൃദയത്തിന്റെ ആഴത്തിൽ നിന്ന് ജീവിത അനുഭവങ്ങൾ ഒപ്പിയെടുത്ത് തിമോത്തിയോസിനോട് പറയുകയാണ്, 1-ാമത്തെ പ്രതിവാദത്തിന്റെ സമയം പ്രതികൂലങ്ങൾ കടന്നു വന്നപ്പോൾ, ഞാൻ ചോദ്യം ചെയ്യപ്പെട്ടപ്പോൾ, എൻ്റെ നേരെ കള്ള കേസുകൾ കടന്നു വന്നപ്പോൾ, ഞാൻ കുറ്റാരോപിതനായി നിൽക്കേണ്ടി വന്നപ്പോൾ, ഒരു മനുഷ്യൻ പോലും എന്ന് പറഞ്ഞാൽ എൻ്റെ കൂടെ നടന്നവർ, എന്നിൽ നിന്ന് നന്മ അനുഭവിച്ചവർ, എന്നെ നന്നായിട്ട് അറിയാവുന്നവർ, ഇവരാരും എനിക്ക് തുണയായി മാറിയില്ല. പൗലോസ് വേദനയോടെ പറയുകയാണ്, എല്ലാവരും എന്നെ കൈവിട്ടു. ഈ പ്രഭാതത്തിലും വലിയ പ്രതിസന്ധികളുടെ മുൻപിൽ കൂട്ടുകാരും നാട്ടുകാരും വീട്ടുകാരും കൂടെ പിറന്നവരുമൊക്കെ കൈവിടപ്പെട്ട അവസ്ഥയിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അതിന്റെ അടുത്ത വാക്യത്തിനകത്ത് 17-ാം വാക്യത്തിനകത്ത് പൗലോസ് പറയുന്നു, കർത്താവോ എനിക്ക് തുണ നിന്നു. ഇന്ന് പ്രഭാതത്തിൽ ആ തിരുവചനം നമുക്ക് ഏറ്റെടുക്കാമോ? ആരും തുണ നിന്നില്ലെങ്കിലും കർത്താവ് നമുക്ക് തുണ നിൽക്കുവാനിടയായി തീരും. ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന, ദൈവത്തിൽ ആശ്രയിക്കുന്ന, സകലത്തിലും ദൈവമുഖത്തേക്ക് നോക്കുന്ന വ്യക്തിയാണോ നിങ്ങൾ? ഉറപ്പോടെ ഞാൻ പറയാം, ജീവിതയാത്രയിൽ വഴുവഴുപ്പിലൂടെ കടന്നു പോകുമ്പോൾ, പ്രതിസന്ധികളുടെ നടുവിലൂടെ കടന്നു പോകുമ്പോൾ തുണ നിൽക്കുന്ന ഒരു ദൈവത്തെ നമുക്ക് കണ്ടെത്തുവാനായി കഴിയും. ഇവിടെ പറയുന്നു, കർത്താവോ എനിക്ക് തുണ നിന്നു. അതുകൊണ്ട് എന്താ പ്രയോജനമുണ്ടായത്? പ്രസംഗം എന്നെ കൊണ്ട് നിവർത്തിപ്പാനും സകല ജാതികളും കേൾപ്പാനും എന്നെ ശക്തീകരിച്ചു. എന്ന് പറഞ്ഞാൽ ഞാൻ ആരംഭിച്ച ദൈവിക ശുശ്രൂഷ നിവർത്തിക്കാൻ ദൈവം എന്നെ സഹായിച്ചു. ഞാൻ ഒരിക്കൽ കൂടെ ആവർത്തിക്കാം, ദൈവം തുണ നിന്നാൽ ആരംഭിച്ചത് വഴിയിൽ കിടക്കത്തില്ല. അത് അവസാനിപ്പിക്കുവാനുള്ള കൃപ നമ്മളുടെ മീതെ പകരാനിടയായി തീരും. ഇന്ന് പ്രഭാതത്തിൽ തുടരുവാൻ, പൂർത്തീകരിക്കുവാൻ അനുവദിക്കത്തില്ല എന്ന് പൈശാചിക ലോകം ഒരുപോലെ വെല്ലുവിളിച്ചാലും ദൈവം നമുക്ക് തുണ നിന്നാൽ, പൗലോസ് പറയുന്നു, എന്നെ കൊണ്ട് പ്രസംഗം നിവർത്തിക്കാൻ ദൈവം സഹായിച്ചു. നിശ്ചയമായിട്ടും ദൈവിക നിവർത്തീകരണങ്ങൾ, ആമേൻ, ആഗ്രഹിച്ച തുറമുഖത്ത് കൊണ്ടുചെന്നെത്തിക്കുന്ന പൂർത്തീകരണങ്ങൾ ജീവിതത്തിൽ വെളിപ്പെടുന്ന ദിവസങ്ങളായി തീരട്ടെ. നമുക്കറിയാം, ആഗ്രഹത്തോടെ, പ്രതീക്ഷയോടെ, പ്രാർത്ഥനയോടെ ആരംഭിച്ച പലതും പകുതി വഴിക്ക് എങ്ങുമെത്താതെ കിടക്കുന്ന അവസ്ഥയാ. പക്ഷെ ഈ വാക്യത്തിനകത്ത് പൗലോസ് പറയുന്നു, ദൈവം എനിക്ക് തുണ നിന്നതുകൊണ്ട് എന്നിലുള്ള ദൈവത്തിന്റെ പദ്ധതികൾ പൂർത്തീകരണത്തിലേക്ക് കടന്നു വന്നു. ആരോടൊക്കെയോ പരിശുദ്ധാത്മാവ് പറയുകയാ, നിങ്ങളുടെ ജീവിതം, നിങ്ങളുടെ മക്കളുടെ ഭാവി, ഭവനത്തിന്റെ പണി, ഉപജീവന മാർഗത്തിന്റെ ഇടത്തുള്ള പ്രതിസന്ധികൾ ദൈവം ഏറ്റെടുക്കുന്ന പ്രഭാതമായി മാറട്ടെ. അഥവാ ദൈവം തുണ നിൽക്കുന്ന പകലായി മാറട്ടെ. ദൈവം തുണ നിന്നാൽ പൂർത്തീകരിക്കുവാൻ ദൈവം സഹായിക്കും. എന്നിട്ട് എഴുതിയിരിക്കുന്നു, എന്നെ ശക്തീകരിച്ചു. അങ്ങനെയാണെങ്കിൽ ഈ പ്രഭാതത്തിൽ മാനുഷികമായ വാക്കുകൾ തളർത്തിക്കളയുമ്പോൾ, കൂടെയുള്ളവരുടെ പ്രവൃത്തി നമ്മെ ബലഹീനരാക്കുമ്പോൾ,
മുൻപിലേക്ക് പോകാൻ പറ്റാത്ത സാഹചര്യങ്ങളും പ്രതികൂലങ്ങളും വരുമ്പോൾ തുണയായി വെളിപ്പെടുന്ന ദൈവം, ഒന്ന്, നമ്മുടെ ജീവിതത്തിൽ പൂർത്തീകരണങ്ങൾ നടത്തും. രണ്ട്, അവിടെ എഴുതിയിരിക്കുന്നു, എന്നെ ശക്തീകരിച്ചു. ഏത് വലിയ പ്രതികൂലങ്ങളുടെ നടുവിലും ശക്തീകരിക്കുന്ന ഒരു ദൈവമുണ്ട്. നിശ്ചയമായിട്ടും ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടട്ടെ. അടുത്ത പദം, അങ്ങനെ ഞാൻ സിംഹത്തിന്റെ വായിൽ നിന്ന് രക്ഷ പ്രാപിച്ചു. ആമേൻ. നിശ്ചയമായും കടുകട്ടിയായ പ്രതിസന്ധികളെയാണ് സിംഹം എന്നതുകൊണ്ട് ആമേൻ ഉദ്ദേശിക്കുന്നത്. വലിച്ചു കീറി രക്തം കുടിച്ച് മാംസം കഴിച്ച് എല്ലുകൾ ഒടിച്ചു കളയേണ്ടതിന് അലറുന്ന സിംഹം പോലെ അടുത്തു വരുന്ന പ്രതികൂലങ്ങളുടെ നടുവിലാണോ ഈ പകൽ നിങ്ങളായിരിക്കുന്നത്? സിംഹത്തിന്റെ വായിൽ നിന്ന് തുണയായിരിക്കുന്നവൻ രക്ഷിക്കും. ഞാൻ ആ വാക്യത്തിൽ നിന്ന് 3 കാര്യങ്ങളാണ് പറഞ്ഞത്. ദൈവം നമ്മുടെ തുണയായി മാറിയാൽ, ദൈവം നമ്മുടെ തുണയായി മാറിയാൽ ബൈബിൾ എഴുതിയിരിക്കുന്നു, ആമേൻ, ആരംഭിച്ചത് അവസാനിപ്പിക്കാൻ ദൈവം സഹായിക്കും. ഒരു നല്ല പൂർത്തീകരണത്തിലേക്ക് ദൈവം കൊണ്ടുവരും. രണ്ടാമത്തെ കാര്യം പറഞ്ഞത്, ദൈവം ശക്തീകരിക്കും. മൂന്നാമത്തെ കാര്യം, ഈ തുണയായിരിക്കുന്ന ദൈവം രക്ഷിക്കുവാനിടയായി തീരും. ഈ പ്രഭാതത്തിൽ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കാമോ? പ്രതികൂലങ്ങളുടെ നടുവിൽ തുണയായി വെളിപ്പെടുന്ന ദൈവത്തിന്റെ കരുതൽ അനുഭവിക്കുവാൻ ഈ പകൽ ദൈവം നമ്മെ സഹായിക്കട്ടെ. പ്രാർത്ഥിക്കാം ദൈവത്തോട്. പരിശുദ്ധ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ഈ സന്ദേശം കേട്ടുകൊണ്ട് പ്രാർത്ഥിക്കുന്ന മുഴുവൻ പേരെയും ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. വലിയ ദൈവപ്രവൃത്തിയെ ദൈവം വെളിപ്പെടുത്തണമേ. ആരെങ്കിലും ആശ്രയം നഷ്ടപ്പെട്ട് തുണയില്ലാതെ ആകുലതയോടെ പ്രതിസന്ധികളുടെ നടുവിലുണ്ടെങ്കിൽ ദൈവത്തിന്റെ കരം വെളിപ്പെടുന്നത് കൊണ്ട് നന്ദി. വലിയ അത്ഭുതം ചെയ്യും. അധികാരമുള്ള യേശുവിന്റെ നാമത്തിൽ പിതാവേ, ആമേൻ, ആമേൻ. ഓക്കെ, ഗോഡ് ബ്ലസ് യു. ദൈവമായ കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ, ആമേൻ.